സന്നിധാനത്തേക്കുള്ള സത്രം പുല്ലുമേട് കാനനപാതയിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ല. ഈ തീർത്ഥാടന കാലത്ത് ഈ പാതയിൽ 4 പേരാണ് മരിച്ചത്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു സഹായവും ലഭിച്ചിട്ടില്ല. അടുത്ത മണ്ഡലകാലത്തെങ്കിലും ഈ കാനനപാതയ്ക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ശബരിമലയിലേക്ക് കാനനപാതകളിലൂടെ സഞ്ചരിക്കവേ മരിക്കുന്ന അയ്യപ്പ ഭക്തരുടെ കുടുംബങ്ങൾക്ക് വർഷങ്ങളായി ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട്. എന്നാൽ സത്രം പുല്ലുമേട് കാനനപാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ല. 2011 വരെ വള്ളക്കടവ്, കോഴിക്കാനം, പുല്ലുമേട് പാതയിലൂടെയാണ് അയ്യപ്പ ഭക്തർ കൂടുതലായി സന്നിധാനത്തേക്ക് പോയിരുന്നത്. പുല്ലുമേട് ദുരന്തത്തിന് ശേഷം ഈ പാത അടച്ചു. തുടർന്ന് സമാന്തര പാതയായ സത്രം പുല്ലുമേട് റൂട്ടിലൂടെ ആളുകൾ കൂടുതലായി സന്നിധാനത്തേക്ക് പോയി തുടങ്ങി. ഇതോടെ ഈ കാനനപാത സന്നിധാനത്തേക്കുള്ള പ്രധാന പാതകളിലൊന്നായി മാറുകയും ചെയ്തു. മുൻ വർഷങ്ങളിൽ ഈ വഴിയിൽ അപകടങ്ങളും മരണങ്ങളും കുറവായിരുന്നു. എന്നാൽ ഈ വർഷം വലിയ തിരക്കാണ് ഈ പാതയിലൂടെ അനുഭവപ്പെട്ടത്. മണ്ഡലകാലം തുടങ്ങി ഇതുവരെ 4 അയ്യപ്പ ഭക്തർ ഈ പാതയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പുല്ലുമേട് സത്രം പാത ഇൻഷുർ ചെയ്യാത്തതിനാൽ ഇവരുടെ കുടുംബങ്ങൾക്ക് ഈ പരിരക്ഷ ലഭിക്കുകയില്ല. ഇപ്പൊ തന്നെ 4 അയ്യപ്പ ഭക്തന്മാര് ഈ കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മരണപ്പെട്ടതായിട്ടാണ് അറിയുന്നത്. എന്താണെങ്കിലും ആ മരിച്ച ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷയും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാകുന്നു. അപ്പോൾ തീർച്ചയായും ഗവൺമെന്റ് ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് സത്രം പുല്ലുമേട് കാനനപാതയിലൂടെ യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കൃത്യമായും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതാണ്. എന്നാൽ സത്രം പുല്ലുമേട് പാത ഇൻഷുർ ചെയ്യാത്ത കാര്യം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നാണ് ദേവസ്വം അധികൃതർ വ്യക്തമാക്കുന്നത്. കാനനപാതകളുടെ ദൂരം കണക്കാക്കി ദേവസ്വം ബോർഡാണ് ഇൻഷുറൻസ് കമ്പനികൾക്ക് പ്രീമിയം അടയ്ക്കുന്നത്. മറ്റു പാതകളിലെല്ലാം ഇത്തവണ ഇൻഷുറൻസ് പ്രീമിയം അടച്ചിരുന്നു. അടുത്ത മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പെങ്കിലും സത്രം പുല്ലുമേട് പാതയിലും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.